എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കുക്ക് വിത്ത് മെറിൻ്റെ എന്നാണ്. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ പിടിച്ചു കൊടുക്കുവാണ് അമ്മയ്ക്ക്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി വാരുവാണേ. ആദ്യം തന്നെ ഒരു ചരുവ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചേന അതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ അമ്മയാണ് ചേന അരിഞ്ഞത്. അപ്പം അമ്മയുടെ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടിയാണ് ചേന ആദ്യം വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് മുരിങ്ങക്കോലും കോവയ്ക്കായും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ കയറിയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുക്ക് വിത്ത് മെറിൻ്റെ യൂട്യൂബ് ചാനലിലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് നന്നായി ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. പച്ചക്കറിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായി വേകുന്നതായിരിക്കും. എന്നിട്ട് കൊച്ചുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല അവിയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.